അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറുദല്ലാ അമ്മാ ബഅദ്. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മോട് വെറുപ്പുള്ളവരുടെ, നമ്മോട് എപ്പോഴും ദേഷ്യം കാണിക്കുന്നവരുടെ, അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളുടെ മനസ്സ് മാറ്റാനുള്ള ഒരു എളുപ്പ വഴിയാണ് പറഞ്ഞു തരുന്നത്. ഞാൻ ഇന്ന് ഈ വിഷയം ചെയ്യാൻ തന്നെ കാരണം, ഒരുപാട് നാളുകളായിട്ട് പലരും കമൻറ്റിലൂടെയും മറ്റുമൊക്കെ പറയുന്നൊരു വിഷയമാണ്. എൻ്റെ വീട്ടിലുള്ളവർക്ക് എന്നോട് വെറുപ്പാണ്, എൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും എന്നോട് ദേഷ്യമാണ്, ഞങ്ങൾ 4 മക്കളാണുള്ളത്, എന്നാൽ എന്നോടൊരു പ്രത്യേക ദേഷ്യമാണ് അവർ കാണിക്കുന്നത്. വീട്ടിൽ ഭക്ഷണം നൽകുകയാണെങ്കിലും, ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കുകയാണെങ്കിലും, എന്ത് തന്നെ കാര്യങ്ങൾ മാതാപിതാക്കൾ ഞങ്ങൾക്ക് ചെയ്തു തരികയാണെങ്കിലും അതിൽ എന്നെ മാത്രം വേറിട്ടൊരു രീതിയിലാണ്, എന്നോടൊരു ഇഷ്ടം കാണിക്കാതെ, ഒരു സ്നേഹമില്ലാത്തൊരു സ്വഭാവമാണ് എൻ്റെ മാതാപിതാക്കൾക്കുള്ളത് എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ ഏറ്റവും ഈ പരാതി പറയുന്നത് സഹോദരിമാരാണ്. അതായത് വിവാഹം കഴിഞ്ഞ സഹോദരിമാർ. അവർക്ക് പറയാനുള്ളത്, അവരുടെ ഭർത്താക്കന്മാർക്ക് മുമ്പത്തെ പോലെയുള്ള സ്നേഹമില്ല, എന്നെ കാണുന്നത് തന്നെ വെറുപ്പാണ്. എത്ര സന്തോഷമുള്ള സമയത്തും ഭർത്താവിന് എന്നെ കണ്ടാൽ ആ സമയം എല്ലാ സന്തോഷവും പോയി വലിയ ദേഷ്യമുള്ള ഒരു ഗൗരവത്തോടു കൂടിയുള്ള പെരുമാറ്റമാണ് ഉണ്ടാകുന്നത്. ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവുമില്ല. ഞാൻ ചെയ്യുന്ന ജോലികളിലും ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണത്തിലുമൊക്കെ കുറ്റം മാത്രമേ പറയാനുള്ളൂ. എന്നോട് വലിയ വെറുപ്പാണ്, വലിയ ദേഷ്യമാണ് എന്ന് പറയുന്ന എത്രയോ സഹോദരിമാരുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും കണ്ടുവരുന്ന ഒന്നാണ് അമ്മായിയമ്മയും മരുമകളുമുള്ള പ്രശ്നങ്ങൾ. അതുപോലെ മരുമകളും നാത്തൂന്മാരും, ഇവരൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങൾ. അമ്മായിയമ്മയും മരുമകളും വീട്ടിൽ പല കാര്യങ്ങൾ കൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും, നമുക്കറിയാലോ. അതായത് മരുമകൾ വീട്ടിൽ ജോലി ചെയ്യാത്തത് കൊണ്ട് പ്രശ്നങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ മരുമകൾ ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ മരുമകൾക്ക് സ്വർണം കുറഞ്ഞതുകൊണ്ട്, മരുമകളുടെ വീട്ടുകാർ നൽകിയ സ്വർണത്തിൻ്റെയും പണത്തിൻ്റെയും കുറവുകൾ കൊണ്ട് അമ്മായിയമ്മ മരുമകൾ പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ മരുമകളുടെ വീട്ടുകാർക്ക് സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കമുള്ളവരാണെങ്കിൽ, മരുമകൾക്ക് വിദ്യാഭ്യാസം കുറവുള്ളവളാണെങ്കിൽ, അല്ലെങ്കിൽ സൗന്ദര്യം കുറവുള്ളവളാണെങ്കിൽ, അതുപോലെ വിവാഹം കഴിഞ്ഞതിൻ്റെ ശേഷം സ്വന്തം മകൻ്റെ സ്നേഹം വേണ്ടതുപോലെ കിട്ടുന്നില്ല എന്നൊരു തോന്നൽ ഉമ്മാക്ക് വരുമ്പോഴും മരുമകളോട് വലിയ ദേഷ്യവും വലിയ ശത്രുതയും പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പല വീടുകളിലും അമ്മായിയമ്മയും മരുമകളും അതുപോലെ നാത്തൂന്മാരുമൊക്കെ സ്നേഹമില്ലാതെ എന്നും വലിയ ദേഷ്യത്തോടു കൂടിയും വലിയ വൈരാഗ്യത്തോടു കൂടിയും വിദ്വേഷത്തോടു കൂടിയുമൊക്കെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എത്രയോ ആളുകളുണ്ട്, പല കാര്യങ്ങൾ കൊണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമായിരിക്കും ശത്രുക്കൾ ഉള്ളവരുണ്ടാകും. അതായത് എന്തെങ്കിലും ഇടപാടുകൾ കാരണത്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് നടത്തി അതിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട്, ഭൂസ്വത്ത് ഓരി വെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഒരാളുടെ വളർച്ചയിൽ മറ്റൊരാൾ പാരയായി വരുമ്പോൾ അവിടെയും ശത്രു ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ പൊതുസമൂഹത്തിൽ കൂടുതലായിട്ട് ഇടപെടുന്ന ആളുകൾ, അതായത് രാഷ്ട്രീയത്തിലൊക്കെ കൂടുതൽ ഇടപെടുന്ന ആളുകൾക്ക് ശത്രുക്കൾ ധാരാളം ഉണ്ടാകും. എന്നാൽ ഇങ്ങനെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ കൊണ്ടായാലും ശത്രുക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ഒരു ഭയമായിരിക്കും. അവർ ആക്രമിക്കുമോ, അവർ എന്തെങ്കിലും ചെയ്യുമോ, അവർ എനിക്ക് വേണ്ടിയിട്ട് കൂടോത്രം ചെയ്യുമോ, സിഹിർ ചെയ്യുമോ, എൻ്റെ ബിസിനസ് അദ്ദേഹം പരാജയപ്പെടുത്തുമോ, എൻ്റെ വളർച്ചയ്ക്ക് അദ്ദേഹം കാരണമാകുമോ എന്നൊക്കെ ശത്രുക്കളെ ഓർത്ത് ഭയപ്പെട്ട് നടക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടാകും. ഭയം ഉണ്ടാകുക എന്നുള്ളത് ഒരു മനുഷ്യനെ കൊണ്ടാകുന്ന കുറവൊന്നുമല്ല, ഒരു പോരായ്മയല്ല. അത്
ഒരു ബുദ്ധിയുള്ള മനുഷ്യർക്ക് ഇത്തരത്തിൽ ഭയം ഉണ്ടാവുകയുള്ളൂ. ബുദ്ധിയും ചിന്താശേഷിയുമൊക്കെയുള്ള ആളുകൾക്കേ ഉണ്ടാവുകയുള്ളൂ ഭയം, പേടിയൊക്കെ. എന്നാൽ ഏതൊരു കാര്യത്തിലും ചിന്തിക്കാതെ, അതിനെക്കുറിച്ച് പഠിക്കാതെ, ഒരു പേടിയുമില്ലാതെ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആളുകളുണ്ടാകും. അവർക്ക് മാനസിക കുറവാണ് എന്ന് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി. മാത്രമല്ല, ഈ സ്വഭാവം ഉള്ള ആളുകൾക്ക് ലൈഫിൽ ഒരു ലക്ഷ്യമുണ്ടാകില്ല. ഒരു ലക്ഷ്യബോധമില്ലാത്ത ജീവിതമായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ പല ഊരാകുടുക്കിലൊക്കെ പെട്ട് അവർക്ക് എന്നും പല പ്രശ്നങ്ങളായിരിക്കും അവർക്കുണ്ടാകുക. എന്നും അവരുടെ ഈ ശ്രദ്ധയില്ലാത്ത ജീവിതം കൊണ്ട് അവരുടെ ജീവിതം തകർച്ചയിലേക്കായിരിക്കും അവസാനം എത്തുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളോട് ആർക്കെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ, നിങ്ങളെ ആർക്കും ഇഷ്ടമില്ലെങ്കിൽ, നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈ ദുആ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശത്രുവിൻ്റെ മനസ്സ് മാറും. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ മനസ്സ് മാറ്റും. കാരണം ഓരോ മനുഷ്യൻ്റെയും മനസ്സും അവൻ്റെ ശരീരവും അവൻ്റെ ഓരോ നീക്കവും അവൻ്റെ ആയുസ്സും അവൻ്റെ ലൈഫിൽ എന്തെല്ലാം നടക്കുന്നുവോ അതൊക്കെയും സർവശക്തനായ അള്ളാഹുവിൻ്റെ കൺട്രോളിലാണ്. അള്ളാഹു സുബ്ഹാനഹു തആല കരുതുന്നത് പോലെയാണ് ഏതൊരു മനുഷ്യൻ്റെയും ലൈഫ് പോവുക, ജീവിതം പോവുക. ഈ ദുആ ചൊല്ലുന്നതിലൂടെ നമ്മുടെ ശത്രുവിന് എത്ര വലിയ ദേഷ്യം നമ്മോടുണ്ടെങ്കിലും ആ ദേഷ്യം അള്ളാഹു സുബ്ഹാനഹു തആല എടുത്തു കളയും. അവർക്ക് നമ്മോടൊരു അനുകമ്പം തോന്നും. അവർക്ക് നമ്മോടുള്ള ശത്രുതയിൽ അയവ് വരും. നമ്മോടുള്ള എതിർപ്പിൽ അവരുടെ ശക്തി കുറയും. മാത്രമല്ല, അവസാനം അവർക്ക് നമ്മോടുള്ള വെറുപ്പ് മഞ്ഞ് അലിയുന്നത് പോലെ അലിഞ്ഞ് അവർ അവസാനം നമ്മുടെ മിത്രമാകാനും സാധ്യതയുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും മനസ്സ് നിയന്ത്രിക്കുന്നവൻ സർവശക്തനായ അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുന്നിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന, നമുക്ക് അവിടുത്തെ ജീവിതത്തിൽ ഇത് പരീക്ഷിച്ച് കാണിച്ചു തന്ന ഈ ദുആ നമ്മൾ ചൊല്ലുന്നതോടുകൂടി അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ശത്രുവിൻ്റെ മനസ്സ് മാറ്റുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഇനി അഥവാ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ശത്രുവിൻ്റെ മനസ്സിൽ നിന്നും നമ്മോടുള്ള ശത്രുത മാറ്റാൻ തീരുമാനിക്കുന്നില്ലെങ്കിൽ, ശത്രുവിൻ്റെ മനസ്സ് കടുത്ത മനസ്സാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ ശർറിൽ നിന്നും അവരിൽ നിന്നുണ്ടാകുന്ന ആക്രമണത്തിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുന്നതാണ്. അവർ എന്തു തന്നെ കുതന്ത്രം നടത്തിയാലും, അവർ സിഹ്ർ ചെയ്താലും, കൂടോത്തരം, പൈശാചികം എന്തു തന്നെ ചെയ്താലും അതൊന്നും നമുക്ക് പതിക്കാത്ത രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ രക്ഷപ്പെടുത്തുന്നതാണ്. കാരണം നമ്മൾ അതിനു വേണ്ടി എടുത്തിട്ടുള്ള ആയുധം ചെറിയ ആയുധമല്ല. നമ്മൾ എടുത്ത ആയുധം ദുആയാണ്. അത് നമ്മൾ അള്ളാഹുവിനോട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദുആ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ എത്ര വലിയ ശത്രുവിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ ഈ ഒരു ദുആ മതി. ബഹുമാനപ്പെട്ട ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വിഭാഗം ജനതയെ ഭയപ്പെട്ടാൽ, അതായത് ഒരു കൂട്ടം ശത്രുക്കളെ, ആ ശത്രുക്കളിൽ നിന്നുള്ള ആക്രമണങ്ങളും അവരിൽ നിന്ന് നേരിടേണ്ട പ്രയാസങ്ങളും ഭയപ്പെട്ടാൽ, മാത്രമല്ല പരിശുദ്ധ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും എന്തെങ്കിലും സംഭവിക്കുമോ, എന്തെങ്കിലും ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ടാൽ, ആ സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുന്ന ദുആയാണ് അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വ നഊദു ബിക മിൻ ശുറൂരിഹിം. അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വ നഊദു ബിക മിൻ ശുറൂരിഹിം. എന്താണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്? അല്ലാഹുവേ, എൻ്റെ ശത്രുക്കളെ നേരിടാൻ നിന്നെ ഞാൻ വെക്കുകയാണ്. നീ വേണം എൻ്റെ ശത്രുക്കളെ നേരിടാൻ. നീ വേണം അവരുടെ ശത്രുതയെ പ്രതിരോധിക്കാൻ, അവരുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ നീ വേണം എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. നമ്മുടെ ശത്രു എത്ര ചെറുതാണെങ്കിലും നമ്മൾ ശത്രുവിനെ നിസാരമാക്കി കളയാതെ നമ്മൾ ഈ ദുആ ചൊല്ലിക്കൊണ്ടേയിരിക്കുക.
കാരണം അള്ളാഹു സുബ്ഹാനഹു തആലയാണ് നമുക്ക് ശത്രുക്കൾ ഉണ്ടാക്കുന്നതും ആ ശത്രുക്കളിൽ നിന്ന് നമുക്ക് വിജയമോ പരാജയമോ ഉണ്ടാകുന്നതൊക്കെ അള്ളാഹുവിൻ്റെ തൗഫീഖ് മുഖേന അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് നടക്കുക. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആയുധം അത് ദുആയാണ്. ദുആ ചെയ്താൽ നമ്മൾ ഒരിക്കലും ഒരിടത്തും പരാജയപ്പെടില്ല. അത് ഇനി എത്ര കൊലക്കൊമ്പനാണ് ശത്രു എങ്കിലും അവൻ്റെ മുന്നിൽ നമ്മൾ വിജയം മാത്രമേ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുകയുള്ളൂ. ഈ ദുആ ചൊല്ലുമ്പോൾ നല്ല വിശ്വാസത്തോടു കൂടി ചൊല്ലണം. എന്നാലേ നമ്മുടെ ഈമാനിൻ്റെ കരുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദുആ എളുപ്പത്തിൽ സ്വീകരിക്കുകയുള്ളൂ, നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഈ ദുആ ചൊല്ലുന്നത് കൊണ്ട് നിങ്ങളോട് ദേഷ്യം കാണിച്ച് നടക്കുന്നവരുടെയൊക്കെ മനസ്സ് മാറും. അവർക്കൊക്കെ നിങ്ങളോട് വലിയ സ്നേഹം തോന്നും. അതായത് അമ്മായിയുമ്മ മരുമകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നങ്ങൾ, സുഹൃത്തുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ബിസിനസ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടപാട് മുഖേനയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ നിങ്ങൾ ആരുമായിട്ടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, ദേഷ്യത്തോടു കൂടി തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ദുആ ചൊല്ലുന്നതിലൂടെ അവരുടെ മനസ്സ് മാറി അവർക്ക് നിങ്ങളോട് അനുകമ്പം തോന്നും, അവർക്ക് നിങ്ങളെ സ്നേഹിക്കാൻ തോന്നും. ഇനി നിങ്ങളെ അവർ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ഖൈറല്ലെങ്കിൽ അവരുടെ എല്ലാ ഷെറിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ കാക്കുകയും ചെയ്യും. അതായത് ഈ ദുആ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ദുനിയാവിൽ ആരെയും ഭയപ്പെടേണ്ടതില്ല. മാത്രമല്ല നമ്മോട് സ്നേഹമില്ലാതെ എപ്പോഴും ദേഷ്യം കാണിച്ച് വെറുപ്പ് കാണിച്ച് നടക്കുന്ന ആളുകളുടെ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിലും ഈ ദുആ നമ്മൾ ചൊല്ലിയാൽ മതി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദുആ നിങ്ങൾ പാതിരാ സമയത്ത് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ട് ഈ ദുആ ചൊല്ലിയാൽ നിങ്ങളുടെ ശത്രു എത്ര വലുതാണെങ്കിലും ആ ശത്രുവിനെ നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കും. ശത്രുവിനെ ഇല്ലാതെയാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശത്രുവിനെ ശത്രു അല്ലാതെയാക്കി മാറ്റുമെന്ന്. ശത്രുവിൻ്റെ മനസ്സ് അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റും. അവരുടെ ഷെറിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ കാക്കും. എന്നാൽ നമ്മുടെ ശത്രു നശിപ്പിക്കപ്പെടേണ്ട, ഇല്ലാതെയാക്കേണ്ട ശത്രുവാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആ ശത്രുവിനെ നശിപ്പിച്ച് കളയുകയും ചെയ്യും, ഇല്ലാതെയാക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നാമൊക്കെ മുഅ്മിനീങ്ങളായ മനുഷ്യരാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയും അവൻ്റെ റസൂലും പറയുന്നതിലപ്പുറം നമുക്കൊന്നുമില്ല. അവർ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ നടക്കുകയും ഉള്ളൂ. അതുകൊണ്ട് നല്ല വിശ്വാസത്തോടു കൂടി ഈ ഒരു ദുആ നിങ്ങളുടെ ജീവിതത്തിൽ ചൊല്ലുക. നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിൽ എല്ലാ ശത്രുക്കളുടെയും ഷെറിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന, നല്ല സ്നേഹത്തോടു കൂടിയുള്ള സൗഹൃദം പുലർത്തുന്ന, ബന്ധം പുലർത്തുന്ന നല്ല മനസ്സിൻ്റെ ഉടമയാക്കി നാം എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല നല്ല ഐക്യത്തോടു കൂടിയുള്ള, നല്ല സമാധാനത്തോടു കൂടിയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.